അതോടൊപ്പം തന്നെ നമ്മുടെ മഴക്കാലത്ത് പ്രത്യേകിച്ച് വെള്ളത്തിൽ കൂടി പകരുന്ന ജലത്തിൽ കൂടി പകരുന്ന ജലജന്യ രോഗങ്ങൾ വളരെ വ്യാപകമായി പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളങ്ങളുടെ പ്രത്യേകിച്ച് കുറച്ചും ഉറക്കെ പറഞ്ഞോളൂ തോന്നുന്നു, കാരണം ചെറിയ സൗണ്ട് കുറവുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ജലസ്രോതസ്സുകളുടെ, കുടിവെള്ള സ്രോതസ്സുകളുടെ മലിനീകരണം ഏറ്റവും ഇടയ്ക്ക് ഒന്ന് മ്യൂട്ടായി പോയി, അതൊന്ന് അൺമ്യൂട്ട് ചെയ്യണേ. നമ്മുടെ ജലസ്രോതസ്സുകൾ, പ്രത്യേകിച്ച് കുടിവെള്ള സ്രോതസ്സുകൾ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയത്ത് കൂടിയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങളെ തടയുന്നതിൽ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രതിരോധ മാർഗമാണ് അത്തരം സ്രോതസ്സുകളുടെ ശുചീകരണം അല്ലെങ്കിൽ അണുനശീകരണം എന്ന് പറയുന്നത്. ആ ഒരു പ്രത്യേക വിഷയത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, അതോടൊപ്പം തന്നെ നമുക്ക് ജലജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു സന്ദേശം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കൃത്യമായും തിളപ്പിച്ച് ആറ്റിയ വെള്ളം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് കുറച്ചും കൂടി പ്രാധാന്യം നമ്മൾ ഈ സമയത്ത് ആ ഒരു മെസ്സേജിന് നല്ലൊരു പ്രാധാന്യം നമ്മുടെ വീടുകളിലൊക്കെ, നിങ്ങളെല്ലാവരും വീടുകളിലൊക്കെ സന്ദർശനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കുടിവെള്ളം തിളപ്പിച്ച് അതിനുശേഷം ആറ്റിയതിനു ശേഷം അല്ലെങ്കിൽ തിളപ്പിച്ച കുടിവെള്ളം മാത്രം നമ്മൾ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു സന്ദേശം നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലോറിനേഷൻ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെയുള്ള, നമ്മുടെ പ്രദേശത്തെ വീടുകളിലൊക്കെയുള്ള കിണറുകളിൽ നമുക്ക് എങ്ങനെയാണ് അത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയൊരു ക്ലാസ്സിൽ, ചെറിയൊരു പരിപാടിയിൽ ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് ക്ലോറിനേഷൻ എന്നുള്ളത് നോക്കാം. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലം അണുനശീകരണം ചെയ്യാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ, ഒരുപക്ഷെ നമുക്ക് ഇന്ന് ലഭ്യമായ മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നത് നമ്മുടെ വെള്ളത്തിലുള്ള രോഗകാരികളായിട്ടുള്ള, രോഗത്തിന് കാരണമാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ജലജന്യ രോഗങ്ങൾക്കും കാരണമാവുന്ന രോഗകാരികളായിട്ടുള്ള രോഗാണുക്കളെ നമ്മൾ നശിപ്പിക്കാനുള്ള, അതായത് ഒന്നുകിൽ അതിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ നിർവീര്യമാക്കുക, ഈ രണ്ട് പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. അതായത് ഇതിൽ കൂടി നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നതിൽ കൂടി ഈ വെള്ളത്തിലുള്ള, നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിലുള്ള സൂക്ഷ്മാണുക്കളുടെ വർധനവ്, അതായത് അത് പെരുകുന്ന ഒരവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ വളർച്ച, അത് രോഗത്തിന് കാരണമാവുന്ന രീതിയിൽ വളർന്നു പെരുകുന്നതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ക്ലോറിനേഷൻ കൂടി നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത്. ഇതില് നമുക്ക് യഥാർത്ഥത്തില് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഈ ക്ലോറിനേഷൻ പ്രോസസ്സിലാണ് നശീകരണ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഭൗതികമായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതില് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും രാസവസ്തുവാണ്. ഇപ്പം ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്ന ക്ലോറിൻ അടങ്ങിയിട്ടുള്ള ഒരു രാസവസ്തുവാണ് പ്രധാനമായിട്ടും. ബ്ലീച്ചിങ് പൗഡർ മാത്രമല്ല, വേറെ ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ ക്ലോറിന്റെ ഗുളികകൾ കിട്ടും. അതുപോലെ ഈ വാട്ടർ അതോറിറ്റി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ, ടൗണുകളിലൊക്കെ കുടിവെള്ളത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്
ക്ലോറിൻ ഗ്യാസ് ആണ്, ക്ലോറിൻ വാതകമാണ്. അത് പ്രത്യേക സംവിധാനത്തിൽ കൂടിയാണ് ഈ ക്ലോറിൻ ഗ്യാസ് വെള്ളത്തിൽ കൂടി കലർത്തി വിട്ടാണ് വാട്ടർ അതോറിറ്റി ഒക്കെ, അത് വലിയ കുടിവെള്ള പിന്നെ വിതരണ ശൃംഖലകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അത്തരം സംവിധാനങ്ങളാണ്. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് ഉണ്ട്. അതുപോലെ തന്നെ ഓസോൺ എന്ന് പറയുന്നത് ഇപ്പൊ പല രാജ്യങ്ങളിലും ഓസോണാണ് ഈ പിന്നെ ഇതിനു വേണ്ടിയിട്ട് അണുനശീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, വികസിത രാജ്യങ്ങളിലൊക്കെ. അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഉദാഹരണമായിട്ട് അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള പിന്നെ ചെറിയ ഫിൽറ്ററുകൾ ഉണ്ടാവും. അത്തരം ഫിൽറ്ററുകളിലൊക്കെ നമ്മൾ കാണാം അൾട്രാ വയലറ്റ് UV എന്ന് എഴുതിയിട്ടുണ്ട്. അൾട്രാ വയലറ്റ് രശ്മികളാണ് ഇവിടെ ശുചീകരണത്തിന് അണുനശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അൾട്രാ വയലറ്റ് രശ്മികൾ മാത്രമല്ല, ഇലക്ട്രോണിക് വികിരണം ഉപയോഗിക്കാം, ഗാമ രശ്മികൾ ഉപയോഗിക്കാം, പിന്നെ അതുപോലെ നല്ല പിന്നെ തീവ്രതയേറിയ ശബ്ദം, പ്രകാശം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഭൗതികമായിട്ട് ഫിസിക്കലായിട്ടും നമുക്ക് ഈ അണുനശീകരണം, വെള്ളത്തിന്റെ അണുനശീകരണം നടത്താൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുന്നത്. ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ ചീപ്പാണ്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല കുറച്ചും കൂടി നീണ്ടു നിൽക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡർ ആണ് ഉപയോഗിക്കുന്നത്. ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കുമ്മായം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കുമ്മായം അല്ലെങ്കിൽ നീറ്റിയൊക്കെ. ഇതിൽ കൂടി ക്ലോറിൻ എന്ന് പറയുന്ന വാതകം, അതാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ക്ലോറിൻ വാതകം കടത്തി വിട്ടിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്ന ബ്ലീച്ചിങ് പൗഡറിൽ 40% ക്ലോറിൻ അടങ്ങിയിരിക്കണം. അതായത് നമ്മൾ ക്ലോറിനേഷന് വേണ്ടി, അണുനശീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ ബ്ലീച്ചിങ് പൗഡറിൽ 40% ക്ലോറിനെങ്കിലും അടങ്ങിയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പിന്നെ യഥാർത്ഥ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ബ്ലീച്ചിങ് പൗഡറിലുള്ള, ഞാൻ പറഞ്ഞ കുമ്മായത്തിൽ കൂടി ഈ ക്ലോറിൻ കടത്തി വിട്ടിട്ടാണ് ഈ പിന്നെ ഇത് ഉണ്ടാക്കുന്നത്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. പക്ഷെ കൂടുതൽ കാലം നമ്മൾ സൂക്ഷിക്കുമ്പോഴും അതിന് ചിലപ്പോൾ ഈർപ്പത്തിന്റെ സാന്നിധ്യം, അങ്ങനെയുള്ള കുറെ പിന്നെ നല്ല വായു, ഇതെല്ലാം ഇതുമായിട്ടൊക്കെയുള്ള സമ്പർക്കം മൂലം ചിലപ്പോ ഈ ഇതിൻ്റെ അകത്തുള്ള ക്ലോറിൻ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ എങ്കിലും നമുക്ക് ഒരു 33% ക്ലോറിൻ, 33% ക്ലോറിനെങ്കിലും നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ഈ അണുനശീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പല സാധനങ്ങളും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടോ? അത് മിക്കവാറും 20% ക്ലോറിനൊക്കെ അതിന്റെ പുറത്ത് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും അത് ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്നുള്ള രീതിയിൽ അതിന്റെ പുറമെ, പാക്കറ്റിന് പുറമെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ ഈ കറണ്ട് ക്ലോറിനേഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അളവുകളൊക്കെ തെറ്റും. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന അളവുകളൊക്കെ തെറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ടും 33% ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ അടങ്ങിയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് ക്ലോറിനേഷൻ പ്രവർത്തനത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ഗുണങ്ങൾ എന്നുള്ളത് ഞാൻ നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വെച്ചാൽ ഇതില് ചെലവ് ചുരുങ്ങിയതാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സാങ്കേതികമാണ്. ഇത് വളരെ ചെറിയ സാങ്കേതികത മാത്രമേ. അതേസമയം നമുക്ക് മറ്റു പല സംവിധാനങ്ങളും ഇപ്പോൾ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വലിയ സാങ്കേതികതകൾ വേണം. സാങ്കേതികത മാത്രമല്ല, അത് ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം അതിന്റെ പിന്നെ നിർമ്മിക്കുന്ന ആളുകൾ എത്രയാണ് കാലയളവ് പറയുന്നത്, അത്രയും കാലയളവില് പീരിയോഡിക്കലായിട്ട് നമ്മൾ ചിലപ്പോൾ അതിന്റെ സാധനങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പൊ ഫിൽറ്റർ മാറ്റേണ്ടതായിട്ട് വരും. UV ഒക്കെ ആണെങ്കിൽ UVന്റെ ഒരു പിന്നെ അതിനകത്തുള്ള സംവിധാനം അത് 6 മാസം കൊണ്ട് ചേഞ്ച് ചെയ്യണം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏത് സംവിധാനമായാലും ശരി, അതിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് മെയിൻ്റെനൻസ് വേണം. എന്നാൽ ഇതിന് അങ്ങനെ മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും. അതുപോലെ കൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം തന്നെ നമുക്ക് പൗഡർ ഈസിലി ലഭ്യമാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുമ്പോൾ UV ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് മാത്രമേ അതിന്റെ നേട്ടം കിട്ടുള്ളൂ. അത് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമേ അണുനശീകരണം നടക്കുള്ളൂ.
അതേസമയം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള അവക്ഷിപ്ത ക്ലോറിൻ എന്ന് പറയുന്ന സാധനം, കിണറ്റിൽ കലർന്നിട്ടുള്ള ക്ലോറിൻ, ആ ക്ലോറിൻ ഇതിലെ രോഗാണുക്കളെ ഏതാണ്ട് 2 ആഴ്ചക്കാലം എങ്കിലും പിന്നെ അണുനശീകരണം നടത്തുന്ന ഒരു റോള് അത് വഹിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ആഴ്ചക്കാലത്തേക്കൊക്കെ ഇത് ചെയ്ത് ഒരു തവണ ചെയ്ത് 2 ആഴ്ച കാലയളവ് വരെ നമ്മൾ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യക്ഷമത ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ക്ലോറിൻ നമ്മള് ചേർക്കുന്ന ക്ലോറിൻ ആ കിണറ്റില് കുറെ കൂടെ നീണ്ട കാലത്തേക്കുള്ള നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചത്തേക്ക്, അതിൽ കൂടുതൽ കാലവും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് റിസൾട്ട് വരാം. പിന്നെ ഇത് അണുക്കളെ നശിപ്പിക്കുന്നതിൽ നല്ല കാര്യക്ഷമതയാണ് തെളിയിക്കും, വിശ്വാസ്യതയുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ചെലവ് കുറവാണെന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിന്റെ പൗഡർ രൂപത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിന്റെ അളവ് ക്രമീകരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ കിണറ്റിലെ വെള്ളത്തിന്റെ ദുർഗന്ധമൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് ക്ലോറിനുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ഗുണങ്ങളുള്ള ഒരു സാധനം കൂടിയാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്, ക്ലോറിനേഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് പിന്നെ ദോഷങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാമെങ്കിൽ ചിലപ്പോൾ ഇത് ഏതെങ്കിലും മെറ്റലായിട്ടുള്ള ലോഹ സാധനങ്ങളിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിച്ച് പോകും. പിന്നെ അതുപോലെ തന്നെ ഇത് സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബൾക്കായിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈർപ്പം, വായു ഇതൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ട് ചിലപ്പോൾ ഇതിന്റെ ആ ഒരു പിന്നെ ക്ലോറിൻ കണ്ടന്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ആൽഗകളൊന്നും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു കുറവുണ്ട്. പിന്നെ എല്ലാ സൂക്ഷ്മ ജീവികളെയും നമുക്ക് ഇതിൽ കൂടി നശിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഒരു പ്രത്യേകത ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ ഇതിന്റെ പ്രവർത്തനക്ഷമത എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന്റെ ഒരു pH എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വെള്ളത്തിന്റെ അമ്ലത എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള pH മൂല്യവുമായിട്ട് അതിന് ബന്ധപ്പെട്ടുണ്ട്. അതായത് ശരിക്കും 7 മുതൽ 8 വരെ pH മൂല്യമുള്ള ജലത്തിലാണ് ഇത് ശരിയായിട്ട് പ്രവർത്തിക്കുന്നത്, ക്ലിയർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോ ചിലപ്പോ വളരെയധികം pH കൂടുതലോ pH കുറഞ്ഞോ വെള്ളത്തിൽ ഇതിന്റെ പ്രവർത്തനക്ഷമത കുറച്ച് കൂടുതൽ, കുറച്ച് കുറവായിരിക്കും. ഇത്രയും ദോഷങ്ങളുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് കിണറ് ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത് പല സ്ഥലങ്ങളിൽ പലപ്പോഴും നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ലോറിനേഷന്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി എനിക്ക് തന്നെ പലപ്പോഴും നമ്മളെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളല്ല ചെയ്യുന്നത്, നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഏൽപ്പിച്ച് വീട്ടുകാരോട് ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയുക. ഒരു സ്ഥലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു പഞ്ചായത്തിൽ ഒരു PSCയുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഞാൻ ക്ലോറിനേഷൻ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം പോയപ്പോൾ ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ തന്നില്ലേ? അവിടെ കുറച്ച് കേസുകളൊക്കെ വയറിളക്ക കേസുകളൊക്കെ വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വീട്ടമ്മ പറഞ്ഞു, തന്നിട്ടുണ്ട്, എനിക്ക് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ചെയ്തോ, എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടനെ ഒരു കടലാസിൽ പൊതിഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ എന്നെ എടുത്ത് കാണിച്ചു, വീട്ടിനകത്തുനിന്ന് എടുത്ത് കാണിച്ചു. ഞാൻ ചോദിച്ചത് എങ്ങനെയാ, ഇന്ന് ചെയ്തോ? ഇന്ന് ചെയ്യാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തു, ഇന്ന് ചെയ്തു. എങ്ങനെയാ ചെയ്തത്, എത്ര അളവ് ഇട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവരെന്ത് പറഞ്ഞെന്നറിയോ? അവർ പറഞ്ഞത്, ഇതിൽ കുറച്ച് ഭാഗം ഒരു നുള്ളു ഭാഗം അവരെടുത്ത് കിണറ്റിൽ ഇട്ടു. കിണറ്റിൽ അത് കലക്കി ഒഴിക്കുന്നല്ല, വെറുതെ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യില്ലേ, പിന്നെ നമ്മളിങ്ങനെ പൗഡറൊക്കെ മുഖത്ത് പൂശുന്ന പോലെ ആ രീതിയിൽ ഇത് കുറച്ച് കിണറ്റിൽ ഇട്ടു എന്നുള്ളതായിരുന്നു അവരുടെ പിന്നെ മറുപടി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. ഇങ്ങനെയാണോ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞത്, ബ്ലീച്ചിങ് പൗഡർ കൊടുത്താൽ ഇത്